നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഓറിയോ മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ, അതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല വിലയൊക്കെ കൊടുത്തിട്ടല്ല ഓറിയോ മിൽക്ക് ഷേക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കൊരു കുറച്ച് അധികം പൈസ മുടക്കില്ലാണ്ട് സിമ്പിളായിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വയറ് നിറയുകയും ചെയ്യും, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ 10 രൂപയുടെ ഓറിയോയുടെ ബിസ്ക്കറ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് നല്ല കട്ടപ്പാലുണ്ടല്ലോ, അത് വാങ്ങാട്ടോ. പിന്നെ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ ഈ ഒരു 10 രൂപയുടെ ഓറിയോയുടെ ബിസ്ക്കറ്റ് ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 10ആണോ ഇത് 5ആണോ? ചെറിയ തീരെ കുഞ്ഞാണ് കേട്ടോ, ഇതിൻ്റെ വില എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഇതിനിപ്പോൾ ഇതിൻ്റെ ഇത് രണ്ടാമത്തെ കുഞ്ഞ് പാക്കറ്റിൻ്റെ ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു കുറച്ച് 2-3 ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് നമ്മളിങ്ങനെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുമ്പോൾ പൊടിച്ചിടാനായിട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറുപഴമാണ്. അപ്പോൾ ഈ ഒരു ചെറുപഴം 3 ചെറുപഴം എടുക്കാം കേട്ടോ. നമ്മളൊരു പാക്കറ്റ് പാലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ 3 ചെറുപഴം ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് അത്യാവശ്യം നമുക്ക് ഒരു കടയിൽ നിന്നൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഐസ്ക്രീം പരുവത്തിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 കൂടി ഫുൾ 3 ഇട്ടിട്ടുണ്ട് കേട്ടോ പഴം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 സ്പൂണോളം പഞ്ചസാര ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ കട്ടപ്പാലുണ്ടല്ലോ, നമ്മൾ നല്ല കട്ടപ്പാൽ ഇതുപോലെ. ഇനിയിപ്പോൾ കടയിൽ നിന്ന് നിങ്ങൾക്ക് കട്ടപ്പാൽ വാങ്ങണമെന്നൊന്നുമില്ല. നമുക്ക് വീട്ടിൽ നമ്മൾ തിളപ്പിച്ച് എടുക്കുന്ന പാൽ ആറിയതിന് ശേഷം ഫ്രീസറിൽ ഇതുണ്ടല്ലോ നമ്മൾ എടുത്ത് വയ്ക്കുന്ന ഒരു ട്രേ, അതിലേക്ക് ഇട്ടിട്ട് കട്ടയാക്കി എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് കുത്തി ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതിയും കൂടെ കുറച്ചും കൂടെ പൊട്ടാനുണ്ടായിരുന്നേ. അപ്പോൾ ബാക്കിയും കൂടി കുത്തി പൊട്ടിച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി രാത്രി ആയിപ്പോയിട്ടോ. രാത്രിയിലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റ് കൊണ്ടുവന്നേ. അപ്പം ഉണ്ടാക്കിപ്പിച്ച് താമസിച്ചു. അതാട്ടോ ഒരു കളറിനൊരു മങ്ങലില്ല, അതാട്ടോ അങ്ങനെ കളറിന് മങ്ങൽ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പിള്ളേർ പറഞ്ഞപ്പം അന്നങ്ങ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് ഓർത്തു. രാത്രി ആയിരുന്നാലും കുഴപ്പമില്ല എന്ന് ഓർത്ത് ഉണ്ടാക്കണ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ നിങ്ങളും. കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ കൂട്ടത്തിലേക്ക്. അപ്പോൾ ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചെടുത്തോട്ടോ. ശരിക്കും നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ കഴിക്കത്തില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റാണ്, നല്ല രുചിയാണ് കേട്ടോ. ഒരുപാട് വെള്ളം കോരി ഒഴിക്കാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായില്ല. നമുക്ക് ഏകദേശം ഒരു 4 ഗ്ലാസ് വെള്ളം കിട്ടും കേട്ടോ അങ്ങനെ ഒരു പാക്കറ്റ് പാലെടുക്കുന്നെങ്കിൽ. അതായത് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ കുറച്ച് ഓറിയോയുടെ ബിസ്ക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായില്ല, നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് ഉടത്തിട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വിരുന്നുകാരൊക്കെ പെട്ടെന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ കാണാനൊക്കെ വേണമെങ്കിൽ രസം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്തിരി ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്ലാസ്സിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇത്തിരി ഐസ്ക്രീമും ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങുമ്പോൾ മുകളിൽ ഐസ്ക്രീമിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി കാഷ്യൂ നട്ട്സൊക്കെ മുകളിലുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒരുപാട് ഭംഗിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇത്തിരി ഐസ്ക്രീം മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു ഓറിയോ ബിസ്ക്കറ്റ് കുത്തിയും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം പറയാം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എത്ര രൂപ? 40 രൂപ 60 രൂപ കണ്ടല്ലേ. അപ്പോൾ അത്ര വിലയൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് പാലും ഇതുപോലെ 10 രൂപയുടെ 2 പാക്കറ്റ് ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 4 ഗ്ലാസ് കിട്ടും. അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സാലേക്കാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാവേ. ബൈ.